ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ഡിസംബർ 31 തീരുമാനങ്ങളെടുത്ത് ജനുവരി 1 പ്രവേശിക്കും. എന്നാൽ പലപ്പോഴും നമ്മളെടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായിട്ട് നിർവർത്തിക്കപ്പെടുവാൻ സാധിക്കുകയില്ല. ചെറുതും വലുതുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കുവാൻ ദൈവത്തിൻ്റെ കരുണയാണ് വേണ്ടത്, ദൈവത്തിൻ്റെ കൃപയാണ് വേണ്ടത്. ആ കൃപയില്ലെങ്കിൽ സാധിക്കുകയില്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കുന്നവരായിത്തീരണം. അവിടെ പറയുന്ന 4-ാം വാക്യത്തിൽ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ചെയ്യുന്ന ക്രിസ്തുവിനോട് വേർപെട്ട് നിങ്ങളുടെ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണം തെറ്റിച്ചു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിൽ നിന്ന് വീണുപോയാൽ തെറ്റി. ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ കഴിവല്ല. ആ കൃപയിൽ നിൽക്കണമെങ്കിൽ നമ്മുടെ ധ്യാനം, പ്രാർത്ഥന, പള്ളി, പട്ടക്കാരൻ, കർത്താവിൻ്റെ ആ ശക്തിയിൽ ആശ്രയിക്കുമ്പോഴാണ് കൃപയിൽ നിൽക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ജനുവരി മാസത്തിൻ്റെ ഈ ദിനത്തിൽ ഓർപ്പിക്കുവാനുള്ളത്, ഈ ശക്തിയിൽ ഇപ്പോഴും കൃപയിൽ നിൽക്കാനായിട്ടുള്ള, ആ കൃപയിൽ നിൽക്കുമ്പോഴാണ് പാപത്തിൽ വീഴാതെ ആ കൃപയിൽ നിന്ന് വീണു പോകാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അവിടെ താഴെ വിശ്വാസത്താൽ നീതി ലഭിക്കുന്നുള്ള പ്രവൃത്തി ആത്മാവിനെ കാത്ത് ക്രിസ്തുയേശുവിൽ പരിശോധനയില്ല, അഗ്രഹവുമില്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം മാത്രമേ കാര്യം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾക്കതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ നമ്മളെ ആർക്കും പ്രയാസപ്പെടുത്താനോ ആർക്കും നമ്മളെ തെറ്റിക്കാനോ ലോകത്തിലൊരു ശക്തിക്ക് നമ്മളെ തകർക്കാനോ സാധിക്കാത്ത വിശ്വാസത്തിൽ നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തീരുമാനങ്ങൾ ഉറച്ച് അനുഗ്രഹത്തോടെ ഈ 2026 ഈ വിശ്വാസത്തിൽ ധൈര്യത്തോടെ ഈ സമൃദ്ധിയുടെ വർഷത്തിൽ, ഇയർ ഓഫ് പ്രോസ്പെരിറ്റി, ദൈവം എനിക്ക് തന്നിരിക്കുന്ന വർഷം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് അത് നിങ്ങൾക്കും പ്രദാനം ചെയ്തു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് അത്ഭുതകരമായിട്ട് കൃപയിൽ നിന്ന് വീണു പോകാതെ വിശ്വാസം ശക്തിപ്പെടുത്തുവാൻ, ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, ഒഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകൾ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമാധ്യാപകർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപ നഷ്ടപ്പെട്ട വീണുപോയ മനുഷ്യ സമൂഹത്തെ വീണ്ടെടുക്കുവാൻ കർത്താവിൻ്റെ രക്തം, യേശു കർത്താവിൻ്റെ ശുദ്ധമായ രക്തത്തിൻ്റെ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ലഭിച്ചു വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ സഹായിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ,